ചില കുടുംബങ്ങളും ചില വ്യക്തികളും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. തുടർച്ചയായി വരുന്ന പ്രതിസന്ധികൾ, വർഷങ്ങൾ ഇടവിട്ട് ആവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ, ഇതിന് നടുവിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ചില വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചു, കുറേ വർഷം കഴിയുമ്പോൾ അത് തന്നെ ആവർത്തിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് മറുപടികളില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വരാറുണ്ട്. ഇങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ കർത്താവ് ആ വിഷയങ്ങളുമായി ഇടപെടാൻ പോകുന്നു. എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദൂതുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഘട്ടത്തിൽ നയിൻ പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ പട്ടണത്തിൻ്റെ അകത്ത് നിന്ന് ഒരു ബാലൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഒരു മഞ്ചം ആൾക്കാർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. ആ ഭാഗത്തിൽ എഴുതി വച്ചിരിക്കുന്ന പദം ഇങ്ങനെയാണ്: ഒരു അമ്മയ്ക്ക് ഏക ആശ്രയമായ ഒരു ഒറ്റ മകൻ. അമ്മയെക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്: അമ്മ വിധവയാണ്, ജീവിതത്തിൽ 2 മരണങ്ങൾ കാണുവാൻ വിധിക്കപ്പെട്ടവൾ. തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, പിന്നീട് ഏക ആശ്രയമായ ഈ മകനും ഇപ്പോൾ മാറ്റപ്പെട്ടു. ആശ്രയിക്കാൻ വേറെ എങ്ങുമില്ല. എല്ലാ സാഹചര്യങ്ങളും എതിരായി, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഇനി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം ഹൃദയം തകർന്നു പോയ ഒരു അമ്മയെ വേദപുസ്തകം വരച്ചു കാണിക്കുന്നു. 100 കണക്കിന് ചോദ്യങ്ങൾ ഈ അമ്മയുടെ മുമ്പിലുണ്ട്. ചുറ്റുപാടുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ഭവനത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നു? ചില വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി, ഇപ്പോൾ നോക്കിക്കേ ഏക ആശ്രയമായ മകനും മരിച്ചുപോയി. ഈ അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കാം സംഭവിച്ചത്. അല്ലെങ്കിൽ വലിയ അതിശക്തമായ പാപം ഈ കുടുംബത്തിന് മേൽ വേട്ടയാടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ശാപമുണ്ടായിരിക്കാം, അത്തരത്തിലുള്ള 100 കണക്കിന് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഈ മാതാവ്. ഈ ചോദ്യങ്ങളുടെ നടുവിൽ ഈ പ്രതിസന്ധിയും കർത്താവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ഭാഗമാണ് വേദപുസ്തകം വരച്ച് കാണിക്കുന്നത്. ഈ 100 കണക്കിന് ചോദ്യങ്ങൾ എൻ്റെ നേരെ ഉണ്ടാകുമെന്ന് കണ്ടിട്ടായിരിക്കാം വേദപുസ്തകം ഇങ്ങനെ എഴുതി വെച്ചു: അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. നിന്റെ ചോദ്യങ്ങൾ, നിന്റെ നെടുവീർപ്പുകൾ, നിന്റെ ആകുലതകൾ, നിനക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യങ്ങളെ കണ്ടിട്ട് കർത്താവിന് ഇന്ന് നിന്നോട് മനസ്സലിയാൻ പോകുന്നു. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് മഞ്ചത്തെ തൊട്ടു, ബാലൻ ജീവനോടെ എഴുന്നേറ്റ് വന്നു, തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുക്കുന്നു. തുടർമാനമായി ഉണ്ടാകുന്ന പ്രതിസന്ധിയാണോ, പ്രശ്നമാണോ ഇന്ന് കർത്താവും നിൻ്റെ പ്രശ്നവും തമ്മിൽ കൂട്ടിമുട്ടാൻ പോകുന്നു? എന്ന് ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ചോദ്യങ്ങൾ ഇനി ചോദിക്കാൻ നിവർത്തിയില്ലാതെ വണ്ണം, നിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവിടെ വാ അടപ്പിക്കത്തക്കവണ്ണം കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ പോകുന്നു. നൈനിൽ ഒത്തിരി പേർ മരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവരാരും ഉയർത്തെഴുന്നേറ്റതായി വേദപുസ്തകം പറയുന്നില്ല. പക്ഷേ ഈ ബാലനെ കർത്താവ് ഉയർപ്പിക്കുന്നത് കാണുവാൻ പറ്റും. യേശു കർത്താവ് ഈ പരസ്യ ശുശ്രൂഷ ഘട്ടങ്ങളിൽ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനത്തിലെ നിത്യ സന്ദർശകനായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ചുറ്റുപാടും ചോദിച്ച ചോദ്യങ്ങൾ വേദപുസ്തകം എഴുതി വച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ വളരെ സുഹൃത്തായ ലാസർ മരിച്ചു. അല്ലെങ്കിൽ യേശു കർത്താവ് ആ ഭവനവുമായി ഒത്തിരി ബന്ധമുണ്ടായിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ആ ഭവനത്തിൽ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിന്, ദൈവമഹത്വം വെളിപ്പെടുത്താൻ കാരണമായി മാറാൻ പോകും. നിന്റെ ചോദ്യങ്ങൾ ദൈവമഹത്വം വെളിപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തിരിയാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേക സാഹചര്യം കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് കർത്താവേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല, എന്നെ പകയ്ക്കുന്ന ഒരു കൂട്ടം എൻ്റെ ചുറ്റുമുണ്ട്, എനിക്ക് അവരുടെ മുമ്പിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു: എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം നൽകണമേ എന്ന വാക്യം നിങ്ങളുടെ മേൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്കായി അടയാളങ്ങൾ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക, ഇത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നീ പ്രതിസന്ധിയുടെ നടുവിലാണോ, പ്രശ്നങ്ങളുടെ നടുവിലാണോ, ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ നടുവിലാണോ, അല്ലെങ്കിൽ എന്ന് ചോദിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടുന്നില്ലയോ, ആ സാഹചര്യങ്ങളും ആ പ്രതിസന്ധികളുമായി കർത്താവ് കൂട്ടിമുട്ടാൻ പോകുന്നു. നിന്നെ കണ്ട് ദൈവത്തിന് മനസ്സിലാൻ പോകുന്നു. നിൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി അടയാളങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 2022 തീരുന്നതിന് മുമ്പ് ഏതൊക്കെയോ മേഖലകളിൽ വലിയ വിടുതലുകളെ കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. നാളുകളായി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി കർത്താവ് ഇറങ്ങാൻ പോകുന്നു. നാളുകളായി നിന്നെ നോക്കി ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്നു.
അവിടെ കൊണ്ട് ഇനിയൊരു ചോദ്യം ഉയരാതെ വണ്ണം നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് ആ ഉത്തരം ദൈവം നൽകാൻ പോകും. വിശ്വസിക്കുക, ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.